ആർമി വേണമെന്ന് ആവശ്യപ്പെട്ടു, ആർമി വന്നു. നേവി വേണമെന്ന് ആവശ്യപ്പെട്ടു, നേവി വന്നു. അവരെല്ലാം ഇപ്പോഴും അവിടെ പുഴയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടത്തുകയാണ്. അതുകൂടാതെ തന്നെ ഈ ഡ്രോൺ വെച്ചുകൊണ്ടുള്ള സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് എക്സ്പേർട്ട് ടീമിനെ മിനിഞ്ഞാന്ന് അവിടെ കൊണ്ടുവന്നു. മലയാളിയായിട്ടുള്ള ഇന്ദ്രപാലിനാണ് അതിൻ്റെ ടീം ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. അവർ 4 പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. 4 പോയിൻ്റ്. ആ 4 പോയിന്റിൽ ലോറി ഉൾപ്പെടെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. പക്ഷെ അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ രാവിലെ വിളിക്കുമ്പോൾ നേവി ഇറങ്ങി തിരിച്ചു കയറി. കാരണം അവിടെ ഈ അണ്ടർ കറണ്ട് അതിശക്തമാണ്. 6 to 8 knots അണ്ടർ കറണ്ട്. ഈ നേവിക്ക് ഡൈവേഴ്സിന് ഇറങ്ങാൻ പറ്റാവുന്ന നോട്ട്സ് 2.5 3 knots ആണെങ്കിൽ അത് വളരെ നമുക്ക് അവരുടെ സുരക്ഷ കൂടെ നോക്കേണ്ട വിഷയമാണ്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. 2.5 മാത്രം ഇറങ്ങാൻ പറ്റുക. പക്ഷേ ഇത് 6 to 8 knots ഉണ്ട് അവിടെ അണ്ടർ കറൻസ്. ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഒടുവിൽ ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ചത് ഈ ഫ്ലോട്ടിംഗ് വെസൽ ഉണ്ടാക്കുക. ഇപ്പോൾ ഗോവയിൽ നിന്ന് എല്ലാം വന്നു. ഇന്നിപ്പം ഫ്ലോട്ടിംഗ് വെസൽ വെച്ചുകൊണ്ട് ഓരോ പോയിന്റിലും ഈ ഇരുമ്പിൻ്റെ റോഡ് ഇറക്കിക്കൊണ്ട് ആളുകൾ ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോഴവിടെ എടുത്ത തീരുമാനം. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഓരോ ദിവസവും കർണാടക ഗവൺമെൻറ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ലീഡർഷിപ്പിലുള്ള ഒരു കമ്മിറ്റി എല്ലാ ദിവസവും ഇവർ റിവ്യൂ നടത്തുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ഓരോ ദിവസത്തെ ഡെവലപ്മെൻറ്റ്സ് വിലയിരുത്തുന്നുണ്ട്. ഏതായാലും നേവിയോടും ആർമിയോടും അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ട ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞൊരു 8-9-10 ദിവസമായി ഈ ഫോഴ്സ് എല്ലാം അവിടെ നിൽക്കുകയാണ്. കാരണം എങ്ങനെങ്കിലും ഇതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണം. അർജുനെ കണ്ടെത്തുക എന്നതിനാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ അവിടെ 2 കർണാടകക്കാരെ ഇനിയും കിട്ടാനുണ്ട്. പക്ഷെ ഇത് അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എത്രയോ 1000 ടൺ മണ്ണാണ് ആ പുഴയിൽ മാത്രം പോയിട്ടുള്ളത്. 4ഓളം തുരുത്ത് വന്നിരിക്കുന്നു അവിടെ. ആ മണ്ണ് ഫോഴ്സിനനുസരിച്ചുള്ള വെള്ളം അടുത്ത നെക്സ്റ്റ് ബോർഡറിലെ 4 വീടും എടുത്തു പോയിരിക്കുന്നു. അപ്പോൾ അതിലെത്ര പേര് പോയി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കുറേ ആൾ പോയി രക്ഷപ്പെട്ടു. ഒരു വല്ലാത്തൊരവസ്ഥ ആ സിറ്റുവേഷൻ പോയാൽ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫ്ലോട്ടിംഗ് വെസൽ വരുന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് ഇന്നും നാളെയും കൊണ്ട് ഒരു റിസൾട്ട് കാണാൻ സാധിക്കും എന്നാണ് വിശ്വാസം. ഇല്ല. ഞങ്ങൾ ഇന്നലെ മീറ്റിംഗ് കൂടി. ഇന്നലെ ആ മീറ്റിങ്ങിൽ കലക്ടർ കൃത്യമായി പറഞ്ഞു, കർണാടക ഗവൺമെൻറ് ആവശ്യപ്പെട്ടു എക്സ്റ്റൻഷൻ കൊണ്ട് എഴുതി കൊടുക്കാൻ വേണ്ടി. ഈ ഫോഴ്സിനെല്ലാം കത്ത് കൊടുത്തു കഴിഞ്ഞു. നേവിക്കും ആർമിക്കും കണ്ടിന്യൂ ചെയ്യണം. എന്തെങ്കിലും റിസൾട്ട് വേണം. കാരണം 4 സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ആ 4 സ്പോട്ട് വെച്ചുകൊണ്ട് തന്നെ ലോറി ഒന്നെടുക്കണം. പിന്നെ ക്യാബിനിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഡൈവേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ്. ക്യാബിൻ്റെ അകത്ത് ഇന്നലെ ഞാൻ തെർമൽ സ്കാനിങ് നടന്നു. തെർമൽ സ്കാനിങ്ങിന് ശേഷമാണ് ഒരു പോയിന്റ് കൂടി കിട്ടിയത്. അപ്പം മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഏതായാലും ഇന്നും നാളെയും കൊണ്ട് റിസൾട്ട് ഉണ്ടാകും എന്നാണ് എൻ്റെ വലിയ പ്രതീക്ഷ. അതാണ് അവിടുന്ന് കിട്ടുന്നൊരു വിവരം. ഈ കേരളത്തിൽ പോയി കുറേ സന്നദ്ധ സംഘടനകളും പ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പല അഭിപ്രായങ്ങളും ഇടപെടലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ദോഷം ബാധിച്ചു. ഞാൻ അതിലേക്കൊന്നും ഇപ്പം കിടക്കുന്നില്ല. നിർത്തില്ല. ഇപ്പോഴും ഈ പുഴ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോഴും നടക്കുന്നത്. 4 പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ. ഡോക്ടർ ഇന്ദ്രപാലൻ അവരുടെ സംഘം വന്ന് ഡ്രോൺ വെച്ചുകൊണ്ട് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 4 പോയിന്റും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പം പുഴയിൽ നടക്കുന്നത്. ഇന്ന് നേവി രാവിലെ ഇറങ്ങാൻ കഴിയില്ല. കാരണം അടിയൊഴുക്ക് അതിശക്തമാണ്. 6 to 8 ഞാൻ പറഞ്ഞ നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ ഫ്ലോട്ടിംഗ് വെസൽ വന്നു കഴിഞ്ഞാൽ ആ ഫ്ലോട്ടിംഗ് വെസൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇരുമ്പിൻ്റെ റോഡ് ഇറക്കി അത് പിടിച്ച് ആൾക്ക് താഴെ ഇറങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കുണ്ട്. അല്ലല്ല, അതൊന്നും ഒരിക്കലും ശരിയല്ല. കർണാടക ഗവൺമെൻറ് മുഖ്യമന്ത്രി, ഡെപ്യൂട്ടി മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാരെല്ലാം കാണിച്ച ഒരു താല്പര്യമുണ്ട്. അവർ സൈറ്റിൽ വന്നു, യോഗം നടത്തി. ഇവിടെ ഈ കുടുംബം ആവശ്യപ്പെട്ട പോലെ ആർമിയെ വിളിച്ചു.
ഇവരെല്ലാം അവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യാണ്, ആരും പോയില്ല. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാതെ മനുഷ്യസാധ്യമായി എല്ലാം അവിടെ ചെയ്തിരിക്കുന്നു. അതിലൊന്നും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഒന്ന്, ഈ ഒരു ഭാഗത്ത് കുടുംബം തകർന്നിരിക്കുകയാണ്, അതിനിടയിലും ഈ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണം അല്ല, ഒരിക്കലും പാടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആ കുടുംബം കഴിഞ്ഞ 11 ദിവസമായി എനിക്ക് തോന്നുന്നു ഈ വേദനിച്ച് കഴിയുകയാണ്. അപ്പോൾ ആ കുടുംബത്തെ ഓർത്തെങ്കിലും ആരും ദയവ് ചെയ്ത് ഈ ഒരു സൈബർ അറ്റാക്ക് നടത്തരുത്. എല്ലാവരും അതൊരു ചർച്ചയാക്കരുത്, വിവാദമാക്കരുത്. അതിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു സംഭവം കൂടെ. അതായത് ഈ പ്രതിപക്ഷ നേതാവ് ഒരു ഗ്രൂപ്പ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ അദ്ദേഹം വരുന്നുണ്ട്. അല്ല, ഈ വയനാട് ക്യാമ്പ് ഒരു വളരെ സജീവമായിട്ട് പാർട്ടി ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നല്ലോ നടത്തിയിരുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് കൂടെ ഈ ഒരു വിവാദം വരുന്നത് യഥാർത്ഥത്തിൽ അതൊരു ക്ഷീണം. എന്ത് ഞാൻ പറഞ്ഞ ഏത് വീട്ടിലെ പ്രശ്നമില്ലാത്ത എല്ലാ വീടുകളിലും 8 പ്രശ്നമില്ലേ? അത് ഇവിടത്തെ തീരാവുന്ന വിഷയമുള്ളൂ. അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം ഈ ജനാധിപത്യ പാർട്ടിയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ കാലത്തും ഈ അഭിപ്രായ വ്യത്യാസങ്ങളും യോജിപ്പ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതും അതൊക്കെ തീരാവുന്ന വിഷയമുള്ളൂ. അതിലൊക്കെ ഒരു തർക്കത്തിന്റെ പ്രശ്നമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ അത് പരിഹരിക്കും, തർക്കം വേണ്ട. അതൊരിക്കലും ഒന്നിനും ബാധിക്കില്ല. ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടി ക്യാമ്പൊക്കെ നടത്തി തീരുമാനിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഒരുമിച്ച് ഇറങ്ങും, തർക്കം വേണ്ട. ഈ പ്രവർത്തകർക്കിടയിൽ ഈ പാർലമെന്റ് ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടായി. അതിനുശേഷം അതിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നു. അതിനിടയിൽ ഈ തർക്കങ്ങൾ ഇല്ല, ഞാൻ പറഞ്ഞാൽ ഈ തർക്കങ്ങളൊന്നും ഒന്നിനെയും ബാധിക്കില്ല. പാർട്ടിയെ ബാധിക്കില്ല, പാർട്ടി വർക്കേഴ്സിനെ ബാധിക്കില്ല. ഇത് പാർട്ടി വർക്കേഴ്സിനെ ബാധിക്കുന്ന ഇലക്ഷനാണിത്, അവർക്ക് വേണ്ടിയുള്ള ഇലക്ഷനാണിത്. അതുകൊണ്ട് ഈ വിഷയമൊന്നും FDS ഇല്ല. ഈ വിഷയമെല്ലാം കെട്ടടങ്ങും, ഈ വിഷയമെല്ലാം പരിഹരിക്കും. ഈ ക്യാമ്പിൽ രൂപീകരിച്ച സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ടല്ലോ, VDയുടെ നേതൃത്വത്തിൽ, അതിൽ പങ്കെടുക്കുന്നില്ല അദ്ദേഹം. അത് പങ്കെടുക്കുമോ? ഞാൻ പറഞ്ഞില്ല, എല്ലാ വിഷയം തീരും. അതൊന്നും ഒരിക്കലും വിഷയമായില്ല. ഒരിക്കലും അതൊന്നിനും ബാധിക്കില്ല. ഹൈക്കമാൻഡ് ഇടപെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? ഒന്നുമില്ല. ഇവിടെ വിഷയം തീരും. അങ്ങനത്തെ ഒരു വിഷയമില്ല. പിന്നെ നിങ്ങളെപ്പോലത്തെ ആളാണല്ലോ മാക്സിമം കത്തിക്കുന്നത്. നിങ്ങൾക്ക് സാധനം കിട്ടിയാൽ പിന്നെ നിങ്ങൾ വിടുമോ? അല്ല, NDS പുകയുള്ളതുകൊണ്ട് തീയും പറയാറുണ്ട്, അതും പറയാറുണ്ട്. ആദ്യം പുകയാണോ ആദ്യം തീയാണോ ചോദ്യം വരലുണ്ട്. ഇല്ല, ഒന്നുമില്ല, പുകയും ഇല്ല തീയും ഇല്ല.